നമസ്കാരം. ന്യൂസ് ഗ്ലോബ് ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ന്യൂസ് ഗ്ലോബിൻ്റെ ഇലക്ഷൻ സർവേയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വടകര, തൃശൂർ, ആലപ്പുഴ തുടങ്ങിയ മണ്ഡലങ്ങളിലെ സർവേ ഫലങ്ങൾ പുറത്തുവിട്ടപ്പോൾ ഈ 3 മണ്ഡലങ്ങളിലും UDF-നാണ് വിജയസാധ്യത എന്നുള്ളതാണ്. തൃശൂരാണെങ്കിൽ സുരേഷ് ഗോപി 2ാം സ്ഥാനത്തെത്തുമെന്നും LDF 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുമെന്നുമാണ് സർവേ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വടകരയിലാണെങ്കിൽ നേരിയ വ്യത്യാസത്തിലാണെങ്കിലും ഷാഫി പറമ്പിൽ മുമ്പിലാണ് എന്നുള്ളതാണ് സർവേ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. ആലപ്പുഴയിൽ KC വേണുഗോപാൽ ബഹുദൂരം മുന്നിലാണ്. AM ആരിഫിനേക്കാളും ബഹുദൂരം മുന്നിൽ സർവേയിൽ അദ്ദേഹത്തിന് അനുകൂലമായി റിപ്പോർട്ടുകൾ വരുന്നു. ഇന്ന് നമ്മൾ പോകുന്നത് പത്തനംതിട്ടയിലേക്കാണ്. പത്തനംതിട്ട മണ്ഡലത്തെക്കുറിച്ച് നമുക്കറിയാവുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രശസ്തി ആർജിച്ച ഒരു അമ്പലമുണ്ട്, ശബരിമല. ഈ ശബരിമല ക്ഷേത്ര ദർശനവും ശബരിമലയെ ചൊല്ലിയുണ്ടായ ആ പ്രശ്നങ്ങളുമെല്ലാം അവിടെ BJPക്ക് കുറച്ച് വേര് പിടിപ്പിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം. ശബരിമല മാത്രമല്ല, അവിടെ BJPക്ക് കടന്നുകൂടുവാൻ അല്ലെങ്കിൽ BJPക്ക് അവിടെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ഒരുപാട് കാരണങ്ങൾ ഉണ്ടായിരുന്നു. PC ജോർജ് പോലും ഏറ്റവും അവസാനം അദ്ദേഹത്തിന്റെ പാർട്ടി BJPയിലേക്ക് കൊണ്ടുലയിപ്പിച്ചു. അതിൽ എത്ര അംഗങ്ങളൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ അതൊന്നും പറയാൻ പറ്റില്ല, പക്ഷേ പാർട്ടി അതിലേക്ക് ലയിപ്പിച്ചു. PC ജോർജും വളരെ ശക്തമായി തന്നെ അവിടെ BJPയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന അനിൽ ആന്റണിയോടൊപ്പമുണ്ട്. അനിൽ ആന്റണി AK ആന്റണിയുടെ മകനാണ്, BJPയിലേക്ക് വന്നയാളാണ്. കോൺഗ്രസിന്റെ ദേശീയ നേതാവായിരുന്ന, മന്ത്രിയായിരുന്ന, കേന്ദ്രമന്ത്രിയായിരുന്ന, കേരള മുഖ്യമന്ത്രിയായിരുന്ന AK ആന്റണി എന്ന കോൺഗ്രസിന്റെ അനിശ്ചിതനായ നേതാവിന്റെ മകനാണ് അനിൽ ആന്റണി. ഈ അനിൽ ആന്റണിയെ BJP അവരുടെ പാളയത്തിൽ എത്തിച്ചപ്പോ എന്തൊക്കെയോ വലിയ പ്രതീക്ഷകളായിരുന്നു. അങ്ങനെ ആ പ്രതീക്ഷകൾക്ക് ഒരു പുതുജീവൻ വെക്കാനാകണം, അല്ലെങ്കിൽ ആ പ്രതീക്ഷകളുടെ പരമകോടിയിൽ എത്തിക്കാനാകണം പത്തനംതിട്ടയിൽ BJP നിർത്തിയിരിക്കുന്നത് അനിൽ ആന്റണിയാണ്. അവിടെ MP ആയി കഴിഞ്ഞ പ്രാവശ്യവും ജയിച്ച ആന്റോ ആന്റണിയാണ് ഇത്തവണയും UDF-ന്റെ സാരഥി. ആന്റോ ആന്റണിക്ക് വളരെയധികം സ്വാധീനമുള്ള മണ്ഡലമാണ് പത്തനംതിട്ട. ഇനി ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെ ആണെങ്കിലും വീണ ജോർജ് എന്ന മന്ത്രി ആ മണ്ഡലംകാരിയാണ്. അപ്പൊ വീണ ജോർജിനെ ഒക്കെ ഈ ഓർത്തഡോക്സ് സഭക്കാരുമൊക്കെ ചില സപ്പോർട്ടുകൾ കൊടുത്തിരുന്നു എന്ന് പറയുന്നു. ആ സപ്പോർട്ടുകളൊക്കെ ഇത്തവണ നേരെ തോമസ് ഐസക്കിലേക്ക് പോകും എന്നാണ് പറയുന്നത്. തോമസ് ഐസക്കാണ് LDF-ന്റെ സാരഥി. UDF-ന്റെ ആന്റോ ആന്റണിക്ക് സഭയുടെ വോട്ടുകൾ 100% കിട്ടും എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളുമൊക്കെ വളരെ വ്യക്തമായി തന്നെ ആന്റോ ആന്റണി ആ മണ്ഡലത്തിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. തോമസ് ഐസക് ആണെങ്കിൽ ധനമന്ത്രിയായിരുന്നയാൾ, LDF-ന്റെ അനിശ്ചിത നേതാവ്. അങ്ങനെ എന്തുകൊണ്ടും ശ്രദ്ധയാകർഷിക്കുന്ന ഒരു മണ്ഡലം തന്നെയാണ് പത്തനംതിട്ട. പത്തനംതിട്ട മണ്ഡലത്തെക്കുറിച്ച് മറ്റ് ചാനലുകൾ, അതായത് 24 ന്യൂസ് ചാനലിന്റെ സർവേയിൽ പറഞ്ഞത് ആന്റോ ആന്റണി 38.9%, തോമസ് ഐസക് 38%, അനിൽ ആന്റണി 22.5%. അതായത് ഒരു 0.9 വോട്ടുകളുടെ വ്യത്യാസത്തിൽ ആന്റോ ആന്റണി വിജയിക്കും എന്നാണ് 24 സർവേ പറയുന്നത്. അതേപോലെ മനോരമ ന്യൂസ് ചാനലിന്റെ സർവേ വരുന്നത് ആന്റോ ആന്റണി 34.18% വോട്ടുകൾ നേടുമെന്നും തോമസ് ഐസക് 32.84% വോട്ടുകൾ നേടുമെന്നും അനിൽ ആന്റണി 25.25% വോട്ടുകൾ നേടും എന്നാണ്. അവിടെ ആന്റോ ആന്റണിക്കാണ് മുൻതൂക്കമെന്ന് മനോരമ സർവേ റിപ്പോർട്ട് ചെയ്യും. ഞങ്ങളുടെ സർവേയിൽ ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നത് 39% വോട്ടുകൾ നേടി ആന്റോ ആന്റണി വിജയിക്കും എന്ന് തന്നെയാണ്. അവിടെ 38% മാത്രമാണ് തോമസ് ഐസക്കിന് നേടാനാവുക, അതായത് 1% വ്യത്യാസം. അനിൽ ആന്റണി ആണെങ്കിൽ 22% വോട്ടുകൾ കൊണ്ടുവരും എന്ന് 24 സർവേ പറയുന്നത് പോലെ തന്നെ 22%
അവിടെ BJPക്ക് വോട്ടുകൾ വരും എന്നും സൂചിപ്പിക്കുന്നു. എന്താണെങ്കിലും പത്തനംതിട്ടയെ പോലെയുള്ള ഒരു മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ ഹിന്ദുമത വിശ്വാസികളും അതുപോലെ തന്നെ ക്രിസ്ത്യൻ മത വിശ്വാസികളും ഒക്കെയുള്ള ഒരു പോരാട്ടമായി മാറിക്കഴിഞ്ഞു പത്തനംതിട്ടയിലെ വിജയം ആന്റോ ആന്റണിക്കാണെങ്കിലും ഐസക്കിനാണെങ്കിലും ഒരു കാര്യമുണ്ട്, നേരിയ വ്യത്യാസത്തിൽ മാത്രമായിരിക്കും എന്നുള്ളതാണ് അവിടുത്തെ ഒരു വസ്തുത. നേരിയ വ്യത്യാസത്തിലാണെങ്കിലും അവിടെ ആന്റോ ആന്റണി തന്നെ വിജയിക്കും എന്നുള്ളതാണ് സർവേയിൽ സൂചിപ്പിക്കുന്നത്.